സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FM-ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2024 സെപ്റ്റംബർ 22, കൊല്ലവർഷം 1200, കന്നി 6, ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പാറശാല സർക്കാർ താലൂക്ക് ആസ്ഥാന ആശുപത്രിക്ക് ഇനി ബഗ്ഗി ആംബുലൻസിന്റെ സേവനവും. രോഗമില്ലാത്ത ഗ്രാമം പദ്ധതിക്ക് പൂവാർ പഞ്ചായത്തിൽ തുടക്കമായി. പൊന്മുടി സന്ദർശന ഫീസ് ഉയർത്തില്ല. ഓണം വിപണിയിൽ തിളങ്ങി കുടുംബശ്രീ. വൈദ്യുതി പ്രതിമാസ ബില്ലിംഗ് ഉടനുണ്ടാകില്ല. സ്മാർട്ട് മീറ്റർ വരെ കാത്തിരിക്കാൻ KSEB. വാർത്തകൾ വിശദമായി. പാറശാല സർക്കാർ താലൂക്ക് ആസ്ഥാന ആശുപത്രിക്ക് ഇനി ബഗ്ഗി ആംബുലൻസിന്റെ സേവനവും. പാറശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സർക്കാർ താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ബഗ്ഗി ആംബുലൻസിന്റെ സേവനം ലഭ്യമാക്കി. ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SK ബെൻ ഡാർവിൻ നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ L വിനിതകുമാരി അധ്യക്ഷത വഹിച്ചു. ആശുപത്രി അധികൃതരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. രോഗമില്ലാത്ത ഗ്രാമം പദ്ധതിക്ക് പൂവാർ പഞ്ചായത്തിൽ തുടക്കമായി. പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന രോഗമില്ലാത്ത ഗ്രാമം പദ്ധതിയുടെ 4ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് പൂവാർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭം കുറിച്ചു. തിരുവനന്തപുരം RCC, പാറശാല സർക്കാർ താലൂക്ക് ആസ്ഥാന ആശുപത്രി, ശ്രീ മൂകാംബിക മെഡിക്കൽ കോളേജ്, സരസ്വതി ആശുപത്രി പാറശാല, പൂവാർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, തിരുവുറം ആയുഷ് വകുപ്പ് എന്നിവിടങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാരടങ്ങിയ സംഘം പദ്ധതിയുടെ ഭാഗമായുള്ള മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം വഹിച്ചു. പൊന്മുടി പ്രവേശനത്തിന് ഫീസ് ഉയർത്തില്ല. പൊന്മുടിയിലേക്കുള്ള പ്രവേശന ഫീസ് ഇരട്ടിയാക്കാനുള്ള തീരുമാനം ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് സർക്കാർ പിൻവലിച്ചു. പാർക്കിംഗ് ഫീസും തെന്മല, മീൻമുട്ടി എന്നിവിടങ്ങളിലെ പ്രവേശന നിരക്കും വർദ്ധിപ്പിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചിരുന്നു. മുന്നറിയിപ്പില്ലാതെ പ്രവേശന ഫീസ് 80 രൂപയാക്കി. പ്രതിഷേധത്തെ തുടർന്ന് വർധന പിൻവലിച്ചു. പൊന്മുടിയിൽ ഓണ അവധിയോടനുബന്ധിച്ച് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് പ്രവേശന നിരക്ക് വർദ്ധിപ്പിച്ചത്. ഓണ വിപണിയിൽ തിളങ്ങി കുടുംബശ്രീ. സംസ്ഥാനത്തെ ഓണ വിപണന മേളകളിൽ 28.47 കോടിയുടെ നേട്ടവുമായി കുടുംബശ്രീ. സൂക്ഷ്മ സംരംഭ ഉൽപ്പന്നങ്ങളിൽ 19.58 കോടി രൂപയും കാർഷികോത്പന്ന വിപണനത്തിലൂടെ 18.89 കോടിയുമാണ് ലഭിച്ചത്. CDS ജില്ലാ തലങ്ങളിലായി സംഘടിപ്പിച്ച 2014 ഓണം വിപണന മേളകളിൽ നിന്നാണ് കുടുംബശ്രീ ഈ നേട്ടം കൈവരിച്ചത്. വൈദ്യുതി പ്രതിമാസ ബില്ലിംഗ് ഉടനുണ്ടാകില്ല. സ്മാർട്ട് മീറ്റർ വരെ കാത്തിരിക്കാൻ KSEB. 2 മാസത്തിലൊരിക്കൽ എന്നത് മാറ്റി വൈദ്യുത ബില്ല് പ്രതിമാസത്തിലാക്കുന്നത് നീളും. സംസ്ഥാനത്ത് സ്മാർട്ട് മീറ്റർ പദ്ധതി പൂർണ്ണമായി നടപ്പാക്കുന്നതുവരെ കാത്തിരിക്കാനുള്ള KSEBയുടെ നീക്കത്തെ തുടർന്നാണിത്. നിലവിലെ രീതി മാറ്റിയാൽ ചെലവും ഉപഭോക്താക്കളുടെ താരിഫും കൂടുമെന്ന മുന്നറിയിപ്പും KSEB നൽകുന്നു. സ്മാർട്ട് മീറ്റർ വന്നാൽ ഇത് കുറയുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കാത്തിരിക്കാനുള്ള തീരുമാനം. കൗതുക വാർത്തകൾ. സുനിതയ്ക്ക് ബഹിരാകാശത്ത് പിറന്നാൾ ആഘോഷം. ജന്മദിനം എവിടെ ആഘോഷിക്കണമെന്ന് ചോദിച്ചാൽ ബഹിരാകാശത്ത് എന്ന് കൊതിയോടെ പറയുന്നവനുണ്ടാകും. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് 2ാം തവണയും ജന്മദിനം ആഘോഷിച്ചത് ബഹിരാകാശ നിലയത്തിൽ. ആദ്യത്തേത് 2012. ഇത്തവണത്തെ ജന്മദിനത്തിന് കാരണമായത് ബഹിരാകാശ വാഹനത്തിലെ തകരാറാണെങ്കിലും 2ാമത്തെ ബഹിരാകാശ ബർത്ത്ഡേ ചരിത്രമായി. ഭൂമിയിലും ആഘോഷങ്ങൾ നടന്നു. കായികം. ഏഷ്യൻ ക്യാമ്പിൽ മലയാളിയും. ഓസ്ട്രേലിയയിലെ പെർത്തിൽ ആരംഭിച്ച ബാസ്കറ്റ്ബോൾ വിത്തൗട്ട് ബോർഡേഴ്സ് BWB ഏഷ്യ ക്യാമ്പിലേക്ക് മലയാളി വിദ്യാർത്ഥിയെ തിരഞ്ഞെടുത്തു. മാന്നാനം സെന്റ് എംഫ്രംസ് HSS +2 വിദ്യാർത്ഥി കോരത്തോട് സ്വദേശി ജീൻസ് K ജോബിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മാന്നാനം സെന്റ് എംഫ്രംസ് അക്കാദമി താരമാണ്. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയകുമാർ. പ്രമേഹവും ശരീരത്തെ ബാധിക്കുന്ന രോഗാണുബാധയും എന്നതാണ് ഇന്നത്തെ ആരോഗ്യമുത്തുകളുടെ വിഷയം. പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗാണുബാധകൾ വളരെയധികം ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. ചിലപ്പോൾ ഒരു പ്രമേഹ രോഗിയുടെ രോഗം കണ്ടുപിടിക്കുന്നത് തന്നെ ഒരു രോഗാണുബാധയുടെ ഭാഗമായിട്ട് ആയിരിക്കാം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ശരീരത്തിലെ
ചർമ്മത്തിലും മാംസഭാഗങ്ങളിലും മറ്റും വരുന്ന രോഗാണുബാധകളെക്കുറിച്ചാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഫംഗൽ ഇൻഫെക്ഷൻ അഥവാ പൂപ്പൽ ബാധയാണ്. ഒരു വ്യക്തിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഒരു കാരണവുമില്ലാതെ പൂപ്പൽ ബാധ ഉണ്ടാവുക പ്രമേഹ രോഗത്തിൻ്റെ ലക്ഷണം ആകാം. ഒരു ടൈപ്പ് 2 ഡയബറ്റിസ് പലപ്പോഴും സ്ത്രീകളിലും പുരുഷന്മാരിലും ഇത്തരം അണുബാധ, ബെലനോപോസ്റ്റൈറ്റിസ് എന്ന ആണുങ്ങളിൽ ബാധിക്കുന്ന അണുബാധ, കാൻഡിഡിയൽ വജൈനൈറ്റിസ് എന്ന സ്ത്രീകളിൽ ബാധിക്കുന്ന അണുബാധയൊക്കെയാണ് ഇത്തരത്തിൽ വരുന്നത്. ഇനി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അഥവാ ബാക്ടീരിയ നമ്മുടെ ശരീരഭാഗങ്ങളിൽ ബാധിക്കുന്നതിൽ ഏറ്റവും പ്രധാനം തൊലിപ്പുറത്തും മാംസഭാഗങ്ങളിലും വരുന്ന രോഗാണുബാധയാണ്. അതിൽ വളരെ ഗൗരവമായി വരുന്ന ഒരു രോഗാണുബാധ മൂലമുള്ള സർജിക്കൽ അസുഖമാണ് കാർബങ്കിൾ എന്നത്. വർഷങ്ങളായി പ്രമേഹമുള്ള രോഗിയുടെ കഴുത്തിൻ്റെ പിൻഭാഗത്ത്, മുതുകിൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇതുണ്ടാവുക. സ്കിൻ, അതിൻ്റെ തൊട്ടടിയിലുള്ള സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, അതിൻ്റെ താഴെയുള്ള മാംസഭാഗങ്ങൾ എന്നിവയിൽ രോഗാണുബാധയുണ്ടായി ആ ഭാഗം ജീർണിച്ച് പഴുപ്പ് ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെ പുറത്തു വരുന്ന ഈ രോഗാണുബാധ കാർബങ്കിൾ എന്നറിയപ്പെടുന്നു. അതിൻ്റെ വ്യാപ്തി വലുതാകാം, അത് കോംപ്ലിക്കേഷനിലോട്ട് പോകാം. യഥാസമയം അത് കണ്ടുപിടിച്ച് ആ രോഗാണുബാധ ഉണ്ടായി പഴുപ്പ് ബാധിച്ച ഭാഗം നീക്കം ചെയ്യുകയും ശക്തമായ ആൻറ്റിബയോട്ടിക് മരുന്നുകളും കൊടുത്ത് ഇതിനെ തടഞ്ഞു നിർത്താനാകും. പ്രധാനപ്പെട്ട കാര്യം തുടക്കത്തിൽ തന്നെ അത് കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ്. അതിനെ മിക്കപ്പോഴും സർജറി വേണ്ടി വരാം. കാർബങ്കിൾ എന്നാണ് അതിൻ്റെ പേര്, ഓർമ്മിക്കുക. ഇനി വളരെ ഗൗരവമായ രോഗാണുബാധകളാണ് നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും ചേർന്ന് ഒരു പ്രമേഹ രോഗിയെ ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വളരെ തീ പിടിച്ചതുപോലെ അല്ലെങ്കിൽ കൊടുങ്കാറ്റ് പോലെ പടർന്നു പിടിക്കുന്ന അണുബാധ. ആ നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് സാധാരണ കാലുകളിൽ, തുടഭാഗത്ത് ഒക്കെയാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ആ അണുബാധ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് അതിവേഗം ചികിത്സിച്ച് കേടുപറ്റിയ ഭാഗങ്ങൾ നീക്കം ചെയ്ത് ആ ശക്തമായ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കൊടുത്ത് നമുക്ക് ആ രോഗത്തെ കീഴ്പ്പെടുത്തേണ്ടതുണ്ട്. രോഗാണുബാധകൾ മൂത്രത്തിലെ ഇൻഫെക്ഷനായിട്ട് വരാം, ന്യൂമോണിയ ആയിട്ട് വരാം. അങ്ങനെ ആന്തരികമായ ധാരാളം രോഗാണുബാധകളുണ്ട്. നമ്മളിവിടെ പറഞ്ഞത് ബാഹ്യമായ രോഗാണുബാധകളെക്കുറിച്ചാണ്. ഓർക്കുക, ശരിയായ പ്രമേഹ നിയന്ത്രണവും വ്യക്തി ശുചിത്വവും ചർമ്മ സംരക്ഷണവുമൊക്കെ ഇത്തരം രോഗാണുബാധകളെ തടഞ്ഞു നിർത്തുവാൻ രോഗികളെ സഹായിക്കും. നന്ദി, നമസ്കാരം. അടുത്തൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നാളത്തെ പ്രധാന OP വിവരം. സർജൻ ഡോക്ടർ SK അജയ് കുമാർ രാവിലെ 9 മുതൽ 1 വരെ. ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ് കുമാർ, ഡോക്ടർ പ്രിയങ്ക രാവിലെ 10 മുതൽ 12:30 വരെ, വൈകിട്ട് 4 മുതൽ 6 വരെ. നെഫ്രോളജി ഡോക്ടർ വിഷ്ണു 2:30 മുതൽ 3:30 വരെ. പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനു രാവിലെ 9:30 മുതൽ 12:30 വരെ, വൈകിട്ട് ഡോക്ടർ ഷിബിൻ 6:30 മുതൽ 7:30 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻറ്റ്സിനും വിളിക്കൂ 9072442098 9495472598. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം പ്രമേഹ പാദരോഗം അഥവാ ഡയബറ്റിക് ഫുട്ടിൻ്റെ ചികിത്സയിൽ ഇന്ത്യയിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ ഒരു പ്രസിദ്ധനായ സർജനുണ്ട്. അദ്ദേഹം ഇന്ത്യൻ പ്രമേഹ പാദരോഗ ചികിത്സയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ പോഡിയാട്രി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പേര്. ഉത്തരങ്ങൾ ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് മുൻപായി യൂട്യൂബിൽ കമൻ്റായി നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ.
പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരും വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം